എന്ത് നല്ല അമ്മ, കേൾക്കാൻ നല്ല സുഖമുള്ള വാക്കല്ലേ. പക്ഷെ റാണി പത്മിനിയിൽ മഞ്ജു വാര്യർ പറഞ്ഞ പോലെ ഇതൊരു ട്രാപ്പാണ്. ഈ ഒരു ലേബലിന്റെ പേരിൽ നമ്മൾ നമ്മളെ തന്നെ ഒരു കൂട്ടിലാക്കി പൂട്ടിയിടുന്നു. ടുഡേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഗ്ലോറിഫൈഡ് സാക്രിഫൈസ് ഓഫ് മദർഹുഡ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ത്രീയുടെ കാര്യം ഞാൻ പറയാം. രാവിലെ എല്ലാവർക്കും മുമ്പേ എഴുന്നേൽക്കും. എല്ലാവർക്കും വേണ്ടി കോഫിയെ, ചായ, മധുരം കൂടിയത്, മധുരം കുറഞ്ഞത്, കടുപ്പം കൂടിയത്, കടുപ്പം കുറഞ്ഞത്, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിലുള്ള ആഹാരം. ഒരാൾക്ക് അപ്പമാണെങ്കിൽ അടുത്ത ആൾക്ക് ദോശയാണ്, അടുത്ത ആൾക്ക് ചപ്പാത്തിയാണ്. ഇങ്ങനെയുള്ള എല്ലാവരുടെ ഇഷ്ടങ്ങളും കൃത്യമായിട്ട് നോക്കിയിട്ട് അവസാനം ഒരു തണുത്ത കാപ്പിയിലായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾ ബാക്കി വെച്ച് ഫുഡ് കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ആ ഒരു അമ്മ ഒരു കംപ്ലൈന്റും ഇല്ലാതെ അത് കഴിക്കുകയും ചെയ്യും അല്ലെ. വീട്ടുകാരപ്പോൾ പറയും, നമ്മുടെ വീട്ടിലെ അമ്മ പാവമാ, നല്ല അമ്മയാ. But inside, she is tired, she is lonely, and she feels like she doesn't exist anymore. പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി സ്വന്തം ആഗ്രഹം മാറ്റി വെക്കുന്നതാണ് നല്ല അമ്മ. But have you ever thought why is goodness always connected to sacrifice for women? ഈ സൊസൈറ്റിയിൽ നിങ്ങളെ പ്രൈസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ്. ബിക്കോസ് ഇറ്റ്സ് കൺവീനിയന്റ് ഫോർ ദം. നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ സെൽഫിഷായി. തിങ്ക് അബൌട്ട് ഇറ്റ്. എന്തിനാണ് ഈ സെൽഫ്ലെസ് ടാഗ് നമ്മൾ ഇങ്ങനെ ചുമക്കുന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷീ വാസ് എ ഗോൾഡ് മെഡലിസ്റ്റ്. ഇപ്പോൾ ഷീ ഈസ് ഫുൾ ടൈം മദർ. ഷീ ടോൾഡ് മീ ഐ ഹാവൻ ബോട്ട് എ ന്യൂ ഡ്രസ് ഫോർ മൈസെൽഫ് ഇൻ 3 years. പക്ഷെ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഫുൾ ബ്രാൻഡഡ് ക്ലോത്ത്സ് ആണ് വാങ്ങിക്കുന്നത്. എന്നിട്ട് അവൾ പറയുകയാണ്, എൻ്റെ പിള്ളേരുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ എത്ര കാലം? വെൻ യുവർ കിഡ്സ് ഗ്രോ അപ്പ് ആൻഡ് ലീവ്, ഹു ആർ യു? നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ്? ഇഫ് യു ആർ ജസ്റ്റ് എ സർവീസ് പ്രൊവൈഡർ ഇൻ യുവർ ഹൗസ്, your value ends when your service ends. മദർഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഒരു പാർട്ടാണ്, അല്ലാതെ നമ്മുടെ എൻറ്റയർ ലൈഫ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു നല്ല അമ്മ ആകാനുള്ള ക്രൈറ്റീരിയ എന്താണ്? സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം, എപ്പോഴും ഫാമിലിക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കണം, കംപ്ലൈന്റ് പറയരുത്. ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ ഇതിന്റെ പിന്നിലെ സൈക്കോളജി എന്തെന്നാൽ നിങ്ങൾ നിങ്ങളെ സീറോ ആക്കുമ്പോഴാണ് മക്കളും ഹസ്ബൻഡും ഹീറോ ആകാൻ പറ്റുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ തുടരുന്നത്? നമ്മുടെ അമ്മമാരും അമ്മായി അമ്മമാരും ഇതുവഴി കടന്നു വന്നവരാണ്. ദേ സഫേർഡ്, സോ ദേ തിങ്ക് യു ഷുഡ് ഓൾസോ സഫർ. സഫറിങ് നോർമലൈസ് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്യുകയാണ്. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ 10 പേർക്കുള്ള ഭക്ഷണം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിരുന്നു, പിന്നെയാണോ ഇപ്പോ? ഈ ഡയലോഗുകൾ നമ്മൾ കേട്ട് ശീലിച്ചതാണ്. ഇതാണ് ജനറേഷണൽ ട്രോമ എന്ന് പറയുന്നത്. അമ്മായിയമ്മ കണ്ട നല്ല അമ്മ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാര് കണ്ട നല്ല അമ്മ മോഡൽ അത് മാത്രമാണ്. പക്ഷെ ഇപ്പോൾ അത് കാലം മാറി. ജസ്റ്റ് ബിക്കോസ് നമ്മുടെ അമ്മമാരും അമ്മായി അമ്മമാരും സൈലൻസിൽ സഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളും അത് സഫർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇഫ് യു കണ്ടിന്യൂ ഇൻ ദിസ് ട്രാപ്പ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഈ മോഡലാണ് കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ മക്കൾ വളർന്നു വലുതാവുമ്പോൾ ഇതുപോലെ സങ്കടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ വിചാരിക്കും സാക്രിഫൈസ് വുഡ് ബ്രിങ് ലവ്, ബട്ട് കിട്ടുന്നത് വാല്യൂ ഇല്ലായ്മയാണ്. ബിക്കോസ് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ കൺവേ ചെയ്യുന്നത് നമ്മുടെ ടൈം ആൻഡ് നമ്മുടെ ഫീലിങ്സിന് 0 വാല്യൂ എന്നാണ്. ഇഫ് യു ഡോണ്ട് വാല്യൂ യുവർ സെൽഫ്, യു ആർ ടീച്ചിങ് അതേഴ്സ് ടു ഡിസ്റെസ്പെക്ട് യു. 15 വർഷം കഴിയുമ്പോൾ എന്നെ ആർക്കും വേണ്ടല്ലോ എന്ന തോന്നൽ വരും. അത് വരാതിരിക്കാൻ ഇന്ന് തന്നെ മാറണം. എങ്കിൽ പിന്നെ ഞാൻ മോശം അമ്മയാകണോ? വേണ്ട, ബി എ ഹാപ്പി അമ്മ. ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു 1 hour റൂൾ എടുക്കുക. 24 മണിക്കൂറിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് മാത്രമുള്ള സമയമായിരിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. എന്താണോ നിങ്ങളുടെ ഹോബി അത് ചെയ്യാം. ആ സമയം നിങ്ങൾ സർവീസ് ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് മാത്രമായിട്ട് മാറ്റിയെടുക്കണം. രണ്ടാമത്, നമ്മുടെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം. എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ വയ്യ, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാമോ? ആൾക്കാരോട് ഹെൽപ്പ് ചോദിക്കുക. നിങ്ങളൊരു സൂപ്പർ ഹീറോ ആണെന്നുള്ളൊരു പദവിയിൽ നിൽക്കണ്ട, ഒരു മനുഷ്യനായി മാറാൻ ശ്രമിക്കുക. പറയാനുള്ളത് മര്യാദയായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുക. ഇതിന് നമുക്ക് വഴക്കിടേണ്ട ഒരാവശ്യമില്ല. മേ ബി നിങ്ങൾ വഴക്കുണ്ടാക്കുകയാണെന്ന് പറയും, അതിൽ വീഴരുത്. നിങ്ങൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിങ്ങളുടെ പോയിന്റ് കൃത്യമായിട്ട് വ്യക്തമാക്കുക. ദെൻ ഫിനാൻഷ്യൽ മൈക്രോ ഇൻഡിപെൻഡൻസ്. ചെറിയ ചെറിയ സേവിങ്സ് അല്ലെങ്കിൽ ഒരു ഹോബിയിൽ നിന്ന് നിങ്ങളൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ മോണിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾക്കൊരു ഐഡന്റിറ്റി തരും. നല്ല അമ്മ എന്ന ലേബൽ തിന്നാൽ വയറ് നിറയില്ല, മനസമാധാനവും കിട്ടില്ല. നമ്മുടെ കിഡ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസ്പിറേഷനും ഹാപ്പിയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള അമ്മയാണെന്നുണ്ടെങ്കിൽ അവരും അതുപോലെ ആകാനായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രമിക്കുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ജസ്റ്റ് 10 സെക്കൻഡ് നിങ്ങളൊന്ന് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് ആലോചിക്കുക,
അമ്മ, ഭാര്യ, മകൾ, മരുമകൾ, സഹോദരി അല്ലെങ്കിൽ സുഹൃത്ത്, ഈ ലേബലൊക്കെ മാറ്റിവെച്ചാല് നിങ്ങൾ ആരാണ്? ഇഫ് യു ഡോണ്ട് ഹാവ് ആൻ ആൻസർ, സ്റ്റാർട്ട് ഫൈൻഡിങ് ഇറ്റ് ടുഡേ ഓർ ബിൽഡിംഗ് ഇറ്റ് ടുഡേ. ഇതിൽ നിങ്ങളുടെ ജീവിതമുണ്ടോ? ഇഫ് യെസ്, കമന്റ് ബിലോ. ലെറ്റ്സ് ടോക്ക്. Share this with that one friend who is trapped in this perfect mother image. I'll see you in the next video.